സഫീഷ്യന്റ് വരുമ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ തന്ന ഫീഡ്ബാക്ക്, ദിസ് ഈസ് ആൻ ഓർഡിനറി പ്രൊഡക്റ്റ്, നത്തിങ് ഇന്നോവേറ്റീവ്നെസ് ഇൻ ദിസ് കോൺസെപ്റ്റ്. എല്ലാവരും മറക്കുന്ന ഏതൊരു സോഫ്റ്റ്വെയർ ഫേമിനും നിസ്സാരമായിട്ട് നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ എന്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും? ഇഫ് വി ഹാവ് ടു അപ്രൂവ് ദിസ് പ്രൊഡക്റ്റ്, യു ഹാവ് ടു ഫൈൻഡ് സം ഇന്നോവേറ്റീവ്നെസ് ഇൻ ദിസ്. ആ ഫീഡ്ബാക്ക് ഞങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു റിവ്യൂ റിപ്പോർട്ട് തിരിച്ചയച്ചു. ആ റിപ്പോർട്ടിന് വന്ന മറുപടി ഇങ്ങനെയായിരുന്നു: we don't expect this much of innovativeness in a simple idea like this. ആ ഒരൊറ്റ ഫീഡ്ബാക്ക് മാത്രം മതിയായിരുന്നു ആ പ്രൊഡക്റ്റിനെ ആ ലെവലിൽ നിന്ന് ഫൈനൽ ലെവലിലേക്ക്. അതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് പേർ ഇവിടെ നമ്മളോട്. മെയിൻലി ഇതിന്റെ 2-3 അഡ്വാൻറ്റേജസ് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ വാട്ട് ഡിഫറൻഷിയേറ്റ് ദിസ് പ്രൊഡക്റ്റ് ഫ്രം ആൻ ആവറേജ് ഓർ എ നോർമൽ പ്രൊഡക്റ്റ്. ഒന്ന്, ഇതിന്റെ ഡിസൈനാണ്. അതായത് സ്റ്റാറ്റിക് ഡിസൈനിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് ആ ക്വസ്റ്റ്യനിൽ നിന്നോ അതിന്റെ ചോയ്സുകളിൽ നിന്നോ ആ സ്റ്റുഡന്റിന്റെ ശ്രദ്ധ തിരിക്കാതെ, എന്നാൽ ഒരു ഡൈനാമിക് ആൾട്ടറേഷൻ ടൈമിങ്ങിന്റെ പീരീഡ്, അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 1 minute ഈസ് ദി ബൗണ്ടിങ് ടൈം. അതുകൊണ്ട് തന്നെ ഒരു ഡൈനാമിക് ലേബൽ നമ്മളോട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. അത് കൂടാതെ തന്നെ ഒരു ക്വസ്റ്റ്യനും ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. എന്നാൽ തന്നെ ആ ടൈമിംഗ് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ റിവ്യൂവിലേക്ക് നിൽക്കാതെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പ്രോഗ്രാം തന്നെ മോണിറ്റർ ചെയ്ത് പോവുകയാണ്. ഒരാൾക്കും, അതായത് ഇത് മേടിക്കുന്ന ഒരു സ്റ്റുഡന്റിനും അവന്റെ പേരന്റിന് സുഖമായിട്ട് റിവ്യൂ എടുക്കാൻ പറ്റുന്ന രീതിയിൽ, സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആ കുട്ടി എന്തുമാത്രം ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു സൈക്കോ അനലിറ്റിക്കൽ റിസർച്ചറിന്റെ ഹെൽപ്പോടുകൂടി ഇതിന്റെ അകത്ത് നമ്മൾ ഫിംഗർ പ്രിന്റ് ബ്രെയിൻ സെൻസ് സിമുലേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, അതായത് IBM ഇന്ററാക്റ്റീവ് ബ്രെയിൻ മാപ്പിംഗ്. നമ്മൾ പണ്ട് ഭാരതീയ സംസ്കാരം അനുസരിച്ച് മണലില് നമ്മളെ കൊണ്ട് ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എഴുതിക്കുന്നത് നമ്മുടെ ഈ ഫിംഗർ വെച്ചിട്ടാണ്. അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അടങ്ങിയിരിക്കുന്ന നെർവ് എൻഡിങ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദ ലേണിംഗ് കോൺസെപ്റ്റ് വിൽ ബി സ്റ്റിമുലേറ്റഡ്. ഒരു ലാർജ് എക്സ്റ്റെന്റിലേക്ക് അത് സ്റ്റിമുലേറ്റ് ചെയ്യും. ആ ഒരു കോൺസെപ്റ്റിന്റെ ബേസിൽ മൗസിന്റെ ലെഫ്റ്റ് ക്ലിക്കിനെ മാത്രം ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസുകളെല്ലാം ആ ഫോണ്ട് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഫോണ്ടിലാണോ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ഔട്ട് ചെയ്ത് വരുന്നത് അതേ ഫോണ്ടിൽ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നു. എങ്കിലും ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ലേണിംഗ് കോൺസെപ്റ്റ് ആയതുകൊണ്ട് സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം എറർസ്. ഐ തിങ്ക് അത് ഫീഡ്ബാക്ക്, ഫസ്റ്റ് പ്രൊഡക്റ്റ് ലോഞ്ചിങ് ഫീഡ്ബാക്കിന് ശേഷം അതറിയാൻ പറ്റും. എങ്കിൽ തന്നെ ഈ ഒരു അവസരത്തിൽ ഇതിന്റെ ഫസ്റ്റ് റിവ്യൂ കിട്ടിയിരിക്കുന്നത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഐ തിങ്ക് അവർ ടീം അക്കംപ്ലിഷ്ഡ് ദ ടാസ്ക്. സോ ഐ വെൽക്കം ദ ചീഫ് ഗസ്റ്റ് ആൻഡ് ഓൾസോ ഐ വെൽക്കം the chief programmer to hand over this product and also to say a few words about the task behind this. എല്ലാ ഫീച്ചേഴ്സും പുറത്തു കഴിഞ്ഞു. പക്ഷെ അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താലും അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താലും അതിന്റെ ആ സ്പീഡാണ്. ഇന്നത്തെ കാലത്ത് പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സാധാ സോഫ്റ്റ്വെയർ അല്ല, ഒരു വെബ്സൈറ്റാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു വെബ്സൈറ്റിന്റെ CD ഒരു DVD. അപ്പൊ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒരു CD യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഹൈലി മീൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ സാധാരണ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ നേരത്തെ തന്നെ ഒരു ഗൂഗിൾ അല്ലെങ്കിൽ Gmail എടുക്കാൻ നേരത്തുള്ള സ്പീഡിന്റെ നിങ്ങൾക്ക് അറിയാം. അത്ര ഹൈ എൻഡ് ബ്രോഡ്ബാൻഡ് ആണെങ്കിലും ചെറിയ ഡിലേ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട്. കാരണം ഇതിന് സോഫ്റ്റ്വെയർ ആണ്, വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിലും പക്ഷെ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഹൈ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡിലേ വരുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യാൻ ജസ്റ്റ് സെക്കൻഡ്സ് മാത്രമേ എടുക്കുള്ളൂ. ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ സോഫ്റ്റ്വെയർ.